പുതിയൊരു കേസ് വരികയാണ്. കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത്. തന്നെ കഴക്കൂട്ടത്തെ ഭൂമി ഇടപാട് കേസിൽ കുടുക്കാൻ കടകംപള്ളി ഗൂഢാലോചന നടത്തിയെന്നാണ് പോറ്റി DGPക്ക് നൽകിയ പരാതി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ മിനിറ്റ്സ് തിരുത്തിയതിന്റെ തെളിവ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പത്മകുമാറിനെതിരായ CPMന്റെ അച്ചടക്ക നടപടിയും വൈകില്ല എന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലേക്ക് അടുക്കുന്ന അവസരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. അത് കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രന് നേരെ തിരിയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് DGPക്ക് മുൻപാകെ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് പരാതി. കഴക്കൂട്ടം സ്വദേശിയായ പ്രതിഭ എന്ന സ്ത്രീയും കടകംപള്ളി സുരേന്ദ്രനും ചേർന്ന് തന്നെ ഭൂമി ഇടപാടിൽ കുരുക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി DGPക്ക് മുൻപാകെ പരാതി നൽകിയിരിക്കുന്നത്. അതിനാൽ ഇതിൽ അന്വേഷണം നടത്തണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്താണ്. പ്രതിഭ എന്ന സ്ത്രീയുടെ പരാതി തന്റെ 1 കോടി രൂപ വിലയുള്ള 10 സെന്റ് ഭൂമി ഉണ്ണികൃഷ്ണൻ പോറ്റി മറിച്ചു വിറ്റു എന്നതാണ്. സാമ്പത്തിക ആവശ്യത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഭൂമി എഴുതി വാങ്ങിയെന്നും 25 ലക്ഷം രൂപയ്ക്കാണ് ഈ ഇടപാട് നടന്നതെന്നുമാണ് മുൻപ് വന്നിരുന്ന പരാതി. കഴക്കൂട്ടം MLA ആയ കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ മധ്യസ്ഥതയിൽ തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതിഭ എന്ന സ്ത്രീയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ഇടപാടിൽ ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നതാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് SITക്ക് മുൻപാകെ ഈ ഇടപാടിൽ പരാതി എത്തിയത്. ഇപ്പോൾ DGPക്ക് മുൻപാകെ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി നൽകിയിരിക്കുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് സംശയിപ്പിക്കുന്നതാണ് പുതിയ പരാതി. കഴക്കൂട്ടത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്ന കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടിലെ പരാതി വലിയ തലവേദനയാകും. അതിന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT സുപ്രധാനമായ ഒരു കണ്ടെത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. അതിന്റെ മിനിറ്റ്സ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ മിനിറ്റ്സിൽ വരുത്തിയ തിരുത്താണ് ഈ കണ്ടെത്തൽ. പിത്തള എന്നത് തിരുത്തി ചെമ്പാക്കി മാറ്റിയത് പത്മകുമാറാണെന്ന് മിനിറ്റ്സിൽ വ്യക്തമാകുന്നു. ഈ മിനിറ്റ്സിൽ അന്നത്തെ ബോർഡ് അംഗങ്ങളായ വിജയകുമാറും ശങ്കരദാസും ഒപ്പിട്ടിട്ടുമുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രീയമായ ഒരു നീക്കം പത്തനംതിട്ടയിൽ പത്മകുമാറിനെതിരെ നടക്കുന്നതായാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം പ്രതീക്ഷിക്കാം. ഇതിനു മുന്നോടിയായി CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കി. അഡ്മിനായ TD ബൈജുവാണ് പത്മകുമാറിനെ പുറത്താക്കിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി പത്മകുമാർ ജയിലിൽ കഴിഞ്ഞ അവസരത്തിലും പാർട്ടി നടപടിയെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരായ CPMന്റെ അച്ചടക്ക നടപടി വൈകില്ലെന്ന സൂചനയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.